വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPCRI അന്താരാഷ്ട്ര സെമിനാറിന് തുടക്കമായി. പരിപാടി CPCRI ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മനുഷ്യാവകാശ ദിനം ആചരിച്ചു. പരിപാടി നടന്നത് വിദ്യാനഗർ സിഡ്കോ ഹാളിൽ. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ കൺവെൻഷനും തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾക്ക് സ്വീകരണവും നൽകി. മഞ്ചേശ്വരം തുമിനാട് ലക്ഷം വീട് കോളനി കുടിവെള്ളക്ഷാമത്തിൽ. പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ല. കൽക്കത്ത അൽ AMRI ആശുപത്രിയിലെ തീപിടുത്തത്തിൽ മരിച്ച നഴ്സുമാരുടെ ഓർമ്മ ദിനം സേവന ദിനമായി ആചരിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് KGNAയുടെ നേതൃത്വത്തിൽ. ചെറുവത്തൂരിൽ ഫിദൽ കാസ്ട്രോ അനുസ്മരണം സംഘടിപ്പിച്ചത് DYFI ജില്ലാ കമ്മിറ്റി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടിക്കെതിരെ ഒപ്പുമരച്ചോട്ടിൽ ധർണ സംഘടിപ്പിച്ചത് ജനതാദൾ ജില്ലാ കമ്മിറ്റി. വിശദമായ വാർത്തകളിലേക്ക്. CPCRI അന്താരാഷ്ട്ര സെമിനാറിനും കാർഷിക മേളയ്ക്കും തുടക്കമായി. CPCRI ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി. CPCRI ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന അന്താരാഷ്ട്ര സെമിനാർ കേന്ദ്ര കൃഷിമന്ത്രി രാധാ മോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തു. सबको सॉइल हेल्थ कार्ड देना प्रधानमंत्री ने निश्चय किया, सभी राज्यों को पैसा दिया और मुझे खुशी है कि 14 करोड़ किसानों को सॉइल हेल्थ कार्ड देने के लिए कई राज्यों ने बड़ी तेजी से काम शुरू किया है. थोड़ा सा केरल पीछे लगता है. 20 വിദേശ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ 150ഓളം പ്രമുഖരാണ് സെമിനാറിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി കർഷകർ ചടങ്ങിൽ പങ്കെടുത്തു. മേളയിൽ 50ഓളം സ്റ്റാളുകളാണ് പ്രദർശനത്തിന് ഒരുക്കിയിരിക്കുന്നത്. ചടങ്ങിൽ മന്ത്രി E. ചന്ദ്രശേഖരൻ, P. കരുണാകരൻ MP, NA നെല്ലിക്കുന്ന് MLA തുടങ്ങിയവർ സംബന്ധിച്ചു. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മനുഷ്യാവകാശ ദിനം ആചരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി ചായണ്ടടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ജില്ലാതലത്തിൽ മനുഷ്യാവകാശ ദിനം ആചരിച്ചത്. പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി ചായണ്ടടി ഉദ്ഘാടനം ചെയ്തു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകത്ത് മനുഷ്യ സംരക്ഷണത്തിന് വേണ്ടി എല്ലാ നിയമങ്ങളും ഉണ്ടെങ്കിലും മനുഷ്യ അവകാശ സംരക്ഷണത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്തെമ്പാടും ലോകത്ത് എല്ലാ തലങ്ങളിലും ഒരു ഭാഗത്ത് വംശീയത, മറ്റൊരു ഭാഗത്ത് ഭീകരത, അതുപോലെ തന്നെ ലോകത്തെ അലട്ടുന്ന പല പ്രശ്നങ്ങൾ. ഇതിലാണ് നമ്മൾ ഊന്നി ചിന്തിക്കേണ്ടത്. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സീതാഭരതൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയുടെ ഭാഗമായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രസംഗ പ്രബന്ധ രചനാ മത്സരം സംഘടിപ്പിച്ചു. പരിപാടിയിൽ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ബിജു, വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ സുലജ, പ്രസന്നകുമാരി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഒസ്ദുർഗ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TK സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ കൺവെൻഷനും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന നേതാക്കൾക്ക് സ്വീകരണവും നൽകി. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ജില്ലാ കൺവെൻഷൻ KVVES ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷരീഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് റോയ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. AKGSMA സംസ്ഥാന പ്രസിഡന്റ് ജസ്റ്റിൻ പാലത്തറ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൾ കരീം കോളിയാട്, ജനറൽ സെക്രട്ടറിമാരായ കോടോത്ത് അശോകൻ നായർ, സക്കീർ ഇക്ബാൽ എന്നിവർക്കുള്ള ഉപഹാര വിതരണം NA നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. AK മൊയ്തീൻ കുഞ്ഞി, ബൽരാജ്, ഹനീഫ് ഗോൾ കിങ്, ഹമീദ് മിനാർ, KMK ബാബുരാജ്, രാജേന്ദ്രൻ സാന്ദ്ര, റഹീം സുൽത്താൻ, സൈനുൽ ആബിദ് BM, അബ്ദുൽ കബീർ, GV നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡായ തുമിനാട് ലക്ഷം വീട് കോളനി കുടിവെള്ളക്ഷാമത്തിന്റെ ഭീഷണിയിൽ. ഞങ്ങളുടെ മഞ്ചേശ്വരം ന്യൂസ് ബ്യൂറോ ചീഫ് അബ്ദുറഹ്മാൻ ഉദ്യാവാര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡായ തുമിനാട് ലക്ഷം വീട് കോളനിയാണ് കുടിവെള്ളക്ഷാമം നേരിടുന്നത്. കോളനിക്കടുത്തുള്ള സ്കൂൾ റോഡ് പരിസരത്ത് ബോർവെൽ ഉണ്ടെങ്കിലും കറന്റ് കണക്ഷന്റെ അഭാവം പറഞ്ഞാണ് അധികൃതർ ഇക്കൂട്ടരെ കഷ്ടത്തിലാക്കിയിരിക്കുന്നത്.
ഏകദേശം 1 വർഷത്തോളമായി തുടരുന്ന ഈ പ്രശ്നത്തിന് ഇതേവരെയും പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പ്രശ്നത്തിന് ശരിയായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ കടുത്ത പ്രക്ഷോഭം ചെയ്യുമെന്ന് മഞ്ചേശ്വരം കൺസ്യൂമർ ഫെഡ് അംഗങ്ങൾ പറഞ്ഞു. സമീപ പ്രദേശമായ വൊർക്കാടിയിലെ ജനങ്ങൾക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന ടാങ്കിൽ പൈപ്പ് ലൈൻ കണക്ഷനിലൂടെ കുഞ്ചത്തൂർ ഭാഗത്തേക്ക് എത്തിച്ചാൽ തുമിനാടിനും ഇതൊരാശ്വാസമായിരിക്കും. കൂടാതെ പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ടിലെ പല വിഷയങ്ങളും നിലവിൽ വരുത്തിയാൽ കുടിവെള്ളക്ഷാമത്തിന് ഒരു പരിധിവരെ സഹായകമാകും. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കൽക്കത്തയിലെ AMRI ആശുപത്രിയിൽ വെച്ചുണ്ടായ തീപിടുത്തത്തിൽ രോഗികളെ രക്ഷിക്കുന്നതിനിടയിൽ മരിച്ച നഴ്സുമാരുടെ ഓർമ്മദിനം KGNA സേവന ദിനമായി ആചരിച്ചു. KGNA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കൽക്കത്തയിലെ MMRI ആശുപത്രിയിൽ വെച്ചുണ്ടായ തീപിടുത്തത്തിൽ രോഗികളെ രക്ഷിക്കുന്നതിനിടയിൽ മരിച്ച നഴ്സുമാരായ രമ്യ, വിനീത എന്നിവരുടെ ഓർമ്മദിനമാണ് KGNOയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സേവന ദിനമായി ആചരിച്ചത്. KGNO ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് വാർഡുകളിൽ ക്യാൻസർ ബാധിച്ച രോഗികൾക്ക് ബെഡ്ഷീറ്റ് നൽകുകയും TV കാണുന്നതിന് കേബിൾ കണക്ഷൻ നൽകുകയും ചെയ്തു. പാലിയേറ്റീവ് OPയിൽ രോഗികൾക്കായി ഫാനും നൽകി. നിർധനരായ ക്യാൻസർ ബാധിച്ച ഒരു കുടുംബത്തെ കമ്മിറ്റി ഏറ്റെടുത്ത് 1 വർഷത്തേക്കുള്ള ചെലവ് നൽകുകയും ചെയ്തു. രമ്യ, വിനീത എന്നിവരുടെ ഫോട്ടോ പതിച്ച ബാഡ്ജ് ധരിച്ച് നഴ്സുമാർ ഡ്യൂട്ടിയിൽ കയറുകയുണ്ടായി. ജില്ലാ ആശുപത്രിയിൽ നടന്ന യോഗം സൂപ്രണ്ട് ഡോക്ടർ സുനിതാ നന്ദൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലാ ആശുപത്രിയിനെ തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി KGNA ഇത്തവണ സെലക്ട് ചെയ്തു എന്നുള്ളത് തന്നെ അത് തീർച്ചയായിട്ടും വളരെ ഒരു സൂപ്രണ്ട് എന്ന രീതിയിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. എൻ്റെ സ്റ്റാഫ് തന്നെ ഇത്ര നല്ലൊരു കാര്യം ചെയ്യുന്നത് അത് നമ്മൾക്ക് തന്നെ ഒരു മാതൃകയാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് തന്നെ ഇതൊരു മാതൃകയായിട്ട് എടുക്കണം. പിന്നെ സേവനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മന്ത്രി വന്ന സമയത്ത് തന്നെ നേരിട്ട് പറഞ്ഞതാണ് ഇവിടുത്തെ നഴ്സുമാരൊക്കെ വളരെ നല്ല സേവനമാണ് ചെയ്യുന്നത്, വളരെ പരസ്യമായിട്ട് തന്നെ പറയുകയുണ്ടായി. അതും നമുക്ക് തീർച്ചയായിട്ടും ഒരു സൂപ്രണ്ട് എന്ന രീതിയിൽ ഒബ്വിയസ്ലി ഭയങ്കര അഭിമാനത്തോടു കൂടി എവിടെയും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ സിസ്റ്റർമാരെന്ന് പറഞ്ഞാൽ നമ്മൾ മാലാഖമാരെ പറയുന്ന പോലെ ഈ ഒരു സേവനം തീർച്ചയായിട്ടും ഒരു മാതൃകയാണ്. അവർ രണ്ടുപേരും അവരുടെ ജീവൻ ഒടുക്കി ഇത്രയും പേർക്ക് ലൈഫ് കൊടുത്തിട്ട് അത് തീർച്ചയായിട്ടും എല്ലാ വർഷവും ഇതിനെ മാതൃകയായി തന്നെ ആക്കണം എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് PP അമ്പിളി അധ്യക്ഷയായി. ഡോക്ടർ മുഹമ്മദ് റിയാസ്, ജില്ലാ കോർഡിനേറ്റർ ഷിജി ശേഖർ, നഴ്സിംഗ് സൂപ്രണ്ട് ആൻസമ്മ തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗം VR രാജു എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി KV ബിന്ദുപോൾ സ്വാഗതവും ജില്ലാ ട്രഷറർ R ഷീജ നന്ദിയും പറഞ്ഞു. ചെറുവത്തൂരിൽ ഫിദൽ കാസ്ട്രോ അനുസ്മരണം നടത്തി. DYFI ജില്ലാ കമ്മിറ്റിയായിരുന്നു സംഘാടകർ. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുവത്തൂരിൽ ഫിദൽ കാസ്ട്രോ അനുസ്മരണം സംഘടിപ്പിച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. ഈ പോലീസുകാരും കൃഷിക്കാരൻ്റെയും തൊഴിലാളികളുടെയും ഒക്കെ വീട്ടിൽ നിന്ന് വരുന്നവരുടെ മക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കൃഷിക്കാരൻ്റെയും തൊഴിലാളിയുടെയും തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെയും ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഞങ്ങളെ ഈ ഭരണാധികാരി വർഗത്തിന് വേണ്ടി അടിച്ച് തല പൊട്ടിക്കാനും വെടിവെച്ച് കൊല്ലാനും ഒന്നും നിങ്ങൾ ഉരുമ്പടരുത് എന്നൊക്കെ പറയുന്നത് ഈ ചരിത്രബോധമുള്ളത് കൊണ്ടാണ്. അപ്പൊ ക്യൂബൻ വിപ്ലവത്തിന്റെ തന്നെ വിജയത്തിൽ നമ്മളിപ്പോൾ ഫിഡൽ കാസ്ട്രോയെയും ചെഗുവേരയെയും റൗൾ കാസ്ട്രോയെയും കാമിലോ സിയൻഫ്യൂവ എന്ന് പറയുന്ന ഒരു വിപ്ലവകാരിയുണ്ട്, ഇവരെയൊക്കെയാണ് കാണുന്നതെങ്കിൽ ഫിദലിനെ പിടിച്ചിട്ട് ബാറ്റിസ്റ്റ പറഞ്ഞതനുസരിച്ച് വെടിവെച്ച് കൊല്ലാമായിരുന്നിട്ടും ബാറ്റിസ്റ്റ പറഞ്ഞത് പ്രകാരം വെടിവെച്ച് കൊല്ലേണ്ടതായിരുന്നു അവിടുത്തെ കാട്ടാള നിയമം എന്നിരിക്കലും അതിന് തയ്യാറാകാതെ ഫിഡലിനെ നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ ഹാജരാക്കിയ ആ സൈനിക ഉദ്യോഗസ്ഥനും ക്യൂബൻ വിപ്ലവത്തിന്റെ വിജയത്തിൽ ഒരു സംഭാവന നൽകിയിട്ടുണ്ട്. DYFI ജില്ലാ പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത് അധ്യക്ഷനായി. M രാജഗോപാലൻ MLA, K കുഞ്ഞിരാമൻ, KP വത്സരൻ, CM വിനയചന്ദ്രൻ, M രാജീവൻ, CK സജിത്ത്, സബീഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ ജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓപ്പുമര ചുവട്ടിൽ ധർണ നടത്തി. ജനതാദൾ യുവിൻ്റെ ജില്ലാ പ്രവർത്തകന്മാർ കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെയും ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഒരു പ്രതിഷേധ സംഗമം നടക്കുന്നത്. കഴിഞ്ഞ നവംബർ 8-ാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർദ്ധരാത്രിയിൽ ഒരു പ്രഖ്യാപനം നടത്തി. ഇന്ത്യയിലെ 15 ലക്ഷത്തിലധികം വരുന്ന 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ പിൻവലിച്ചുകൊണ്ട് അവ മരവിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് നവംബർ 8-ാം തീയതി എടുത്തത്. അന്ന് അദ്ദേഹം പറഞ്ഞു,
ഇത് വളരെ നിസ്സാരമായ കാര്യമാണ്. വളരെ പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കും. നോട്ട് കൈവശമുള്ളവരെല്ലാം അതാത് ബാങ്കുകളിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആ തുക വളരെ പൊടുന്നനെ ഒട്ടും താമസിയാതെ ജനങ്ങളുടെ കയ്യിൽ തിരിച്ചെത്തുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അയാളുടെ നോട്ട് പ്രഖ്യാപനം നടത്തിയത്. അത് ഇതുവരെ യാഥാർത്ഥ്യമായി. കൊടക്കാട് AV സ്മാരക ഗ്രന്ഥാലയം ചെറുകാട് അവാർഡ് ജേതാവ് കരിവെള്ളൂർ മുരളിക്ക് സ്വീകരണം നൽകി. സാംസ്കാരിക സായാഹ്നവും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് C. സുമേഷിന്റെ അധ്യക്ഷതയിലാണ് കൊടക്കാട് AV സ്മാരക ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള സാംസ്കാരിക സായാഹ്നവും സ്വീകരണവും നടന്നത്. ഈ വർഷത്തെ ചെറുകാട് അവാർഡ് ജേതാവ് കരിവെള്ളൂർ മുരളിക്ക് നൽകുന്ന സ്വീകരണത്തിന്റെ ഭാഗമായായിരുന്നു സാംസ്കാരിക സായാഹ്നം. M. രാജഗോപാലൻ MLA സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ മുരളിക്കുള്ള ഗ്രന്ഥാലയത്തിന്റെ ഉപഹാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. മുരളിയേട്ടന് കരിവെള്ളൂർ മുരളി എന്നുള്ള പേര് അല്ലെ അന്വർത്ഥമായിക്കൊണ്ടാണ് ഇപ്പോൾ എല്ലാ പുതിയ തലമുറ കാണുന്നത്. കരിവെള്ളൂരിന്റെ സമരചരിത്രം മുരളിയേട്ടനിലൂടെയാണ് ഇപ്പോൾ കവിതയിലൂടെ ആയാലും നാടകത്തിലൂടെ ആയാലും പുതിയ തലമുറ വായിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ആസ്വദിക്കുന്നു. എന്റെ ചോന്നമണ്ണിന്റെ പാട്ട്, ആ കവിത മുരളിയേട്ടൻ ജയിച്ചു എന്നുള്ളതല്ലാതെ വേറെ ആരും പാടിയിട്ട് കാര്യമില്ല. പാട് നന്നായി കവിത പാടുന്നവർ പാടും, കുറെ കാര്യം. അതിന്റെ ഒരു ശബ്ദമധുരിമയും അർത്ഥ ഗാംഭീര്യവുമെല്ലാം നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ മുരളിയേട്ടന്റെ ശബ്ദമിടറാത്ത കണ്ഠങ്ങളിൽ നിന്ന് തന്നെ ആ കവിതയുടെ വരികൾ നമുക്ക് കേൾക്കണം. കുരുതിപ്പാടം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. ഞാൻ വന്നത് ചോദിക്കുകയായിരുന്നു, അത് ഇപ്പോ അതിന്റെ ടീമുണ്ടോ? ഇപ്പോഴും അതിന്റെ ബുക്കിങ്ങിന് ആള് തയ്യാറാണ്, തുടരുകയാണ്. ആ നാടകത്തിന്റെ ഒരു ശക്തമായ സന്ദേശമാണ്. ഇന്ത്യയിലെ കയ്യൂരിനെ കുറിച്ചുള്ള അബൂബക്കറിന്റെ ഉമ്മ പറയുന്നതെന്ന ഏകപാത്ര നാടകം രജിത മധു അവതരിപ്പിച്ച എണ്ണം നോക്കിയാൽ അത് റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ, ശക്തമായ ആശയത്തിലൂടെ, ഉള്ളടക്കത്തിലൂടെ ജനങ്ങളുമായി സംവേദിക്കാൻ രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടുള്ള കാര്യങ്ങൾ, അതാത് കാലയളവിലെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു വരുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ ഏറ്റവും ശക്തമായ സന്ദേശം സമൂഹത്തിന് നൽകാൻ അദ്ദേഹത്തിന്റെ രചനകളിലൂടെ, സംവിധാന ശൈലിയിലൂടെ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. കരിവെള്ളൂർ മുരളി സാംസ്കാരിക സമ്മേളനത്തിന്റെ ഭാഗമായി മുഖ്യപ്രഭാഷണം നടത്തി. എപ്പോഴും അടിസ്ഥാന ജനവർഗങ്ങൾക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് സാഹിത്യകാരനായി മുദ്രകുത്തപ്പെട്ട ഒരാളെ നമ്മുടെ സാഹിത്യ ലോകം അതിന്റെ മുഖ്യധാരയിലേക്ക് അങ്ങനെ അംഗീകരിക്കുകയോ വേണ്ട പരിഗണന നൽകുകയോ ചെയ്തിരുന്നില്ല. അതൊരു കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരൻ എന്ന നിലയിൽ അവഗണിക്കുകയായിരുന്നു പലപ്പോഴും ചെയ്തത്. ചെറുകാടിനുണ്ടായിരുന്ന ജനപിന്തുണയുടെ പേരിൽ മാത്രമല്ല ചെറുകാട് വലിയ എഴുത്തുകാരനായി തീർന്നത്. ചെറുകാടിന്റെ സാഹിത്യം എന്നത് ചെറുകാടിന്റെ മരണശേഷമാണ് ഒരുപക്ഷെ വലിയൊരു തിരിച്ചുവരവ് ചെറുകാട് നടത്തിയത്. ജീവിതപാത എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ മലയാളത്തിൽ ഇന്നുവരെ പിറന്ന ആത്മകഥകളിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നോ രണ്ടോ ആത്മകഥകളിൽ ഒന്നാണ്. പി. രാഘവൻ, CV നാരായണൻ, P. രാമചന്ദ്രൻ മാസ്റ്റർ, TV കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. TV ഗോവർദ്ധനൻ സ്വാഗതവും K. അനിൽ നന്ദിയും പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടക്കാട് സെക്കൻഡ് വില്ലേജ് കമ്മിറ്റി തിരുവാതിര അവതരിപ്പിച്ചു. 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുക എന്ന ലക്ഷ്യവുമായി RMSA വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന നവപ്രഭ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. സ്കൂൾ തല ഉദ്ഘാടനം ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനായി RMSA വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന നവപ്രഭ പരിപാടിയുടെ സ്കൂൾ തല ഉദ്ഘാടനം ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഹെഡ് മാസ്റ്റർ V. രവി ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് തൽക്കാലം കതിരിന്റെ ചുവട്ടിൽ തന്നെ വളം വെച്ച് തുടങ്ങാം. അതായത് കുട്ടികൾ 9ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് തന്നെ ആ കുട്ടികളെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സെലക്ട് ചെയ്തിട്ട് അവർക്ക് പ്രത്യേക കോച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് 10ാം ക്ലാസ്സിലേക്ക് പാസ്സാവും. 10ാം ക്ലാസ് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കും പണി വളരെ കുറവാണ്, കുട്ടികൾക്കും പണി വളരെ കുറവാണ്, ഗാർഡിയൻസിനും ജോലി വളരെ കുറവാണ്. എന്തെന്നാണ് നിങ്ങൾ അങ്ങനെ ഇവരെ കുറിച്ച് ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് 3 വിഷയങ്ങൾ. ഒന്ന് ഗണിതം,
എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിന്ദു അധ്യക്ഷയായി. SRG കൺവീനർ M ബാലൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. TV പ്രദീപ് കുമാർ സ്വാഗതവും KV സുജാത നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് YMCA 20ാം വാർഷികാഘോഷവും കുടുംബസംഗമവും ഡിസംബർ 12-ന് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കാഞ്ഞങ്ങാട് YMCA 20ാം വാർഷികാഘോഷവും കുടുംബസംഗമവും ഡിസംബർ 12-ന് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടക്കും. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിക്കും. YMCA ചാർട്ടർ പ്രസിഡന്റ് PM ജോസ്, സംസ്ഥാന വൈസ് ചെയർമാൻ തോമസ് പൈനാപ്പിള്ളി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KM തോമസ്, ജില്ലാ ചെയർമാൻ സാബു പതിനെട്ട്, വനിതാ ഫോറം ജില്ലാ ചെയർപേഴ്സൺ മേഴ്സി പോയി, അഡ്വക്കേറ്റ് മാത്യൂസ് തിരുപ്പുഴ എന്നിവർ പ്രസംഗിച്ചു. 10:30 മുതൽ കെട്ടുറപ്പ് സാമൂഹിക പ്രതിബദ്ധത എന്ന വിഷയം സംബന്ധിച്ച് നടക്കുന്ന സെമിനാർ PM ജോസ് തയ്യിൽ നയിക്കും. തുടർന്ന് സുരേഷ് നാരായണന്റെ മാജിക് ഷോ. കാഞ്ഞങ്ങാട് YMCA പ്രസിഡന്റ് മാനുവൽ കുരിശിത്താനം അധ്യക്ഷനാവും. YMCA സംസ്ഥാന വൈസ് ചെയർമാൻ തോമസ് പൈനാപ്പള്ളി മുഖ്യാതിഥിയായിരിക്കും. റവറൻ ഫാദർ മാത്യു ആലങ്കോട്, റവറൻ ഫാദർ മാർട്ടിൻ രായപ്പൻ തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. തുടർന്ന് മാജിക് ഷോ അരങ്ങേറും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മാനുവൽ കുരിശിത്താനം, സെക്രട്ടറി ചാണ്ടി കൈനിക്കര, അഡ്വക്കേറ്റ് മാത്യൂസ് തിരുവപ്പുഴ, സേവിച്ചൻ കൊടിയംകുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. CPCRI അന്താരാഷ്ട്ര സെമിനാറിന് തുടക്കമായി. പരിപാടി CPCRI ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മനുഷ്യാവകാശ ദിനം ആചരിച്ചു. പരിപാടി നടന്നത് വിദ്യാനഗർ സിഡ്കോ ഹാളിൽ. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ കൺവെൻഷനും തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾക്ക് സ്വീകരണവും നൽകി. മഞ്ചേശ്വരം തുമിനാട് ലക്ഷം വീട് കോളനി കുടിവെള്ളക്ഷാമത്തിൽ. പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ല. കൽക്കത്ത അൽ AMRI ആശുപത്രിയിലെ തീപിടുത്തത്തിൽ മരിച്ച നഴ്സുമാരുടെ ഓർമ്മ ദിനം സേവന ദിനമായി ആചരിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് KGNAയുടെ നേതൃത്വത്തിൽ. ചെറുവത്തൂരിൽ ഫിദൽ കാസ്ട്രോ അനുസ്മരണം സംഘടിപ്പിച്ചത് DYFI ജില്ലാ കമ്മിറ്റി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടിക്കെതിരെ ഒപ്പുമരച്ചോട്ടിൽ ധർണ സംഘടിപ്പിച്ചത് ജനതാദൾ ജില്ലാ കമ്മിറ്റി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.